ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ നല്ല റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ചൂടാക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇളക്കി കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പാകത്തിന് ഉപ്പും ഇടാൻ മറക്കരുത്. ഇനി ഇതൊന്ന് നല്ല പോലെ ഇതുപോലെ ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലോട്ട് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു നോർമൽ വലിപ്പമുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലപോലെ വാട്ടിയെടുക്കുക. പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഒരേ അളവിൽ ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ മിക്സ് ചെയ്യുക. ഒപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ എല്ലായിടവും ആ മഞ്ഞൾ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മഞ്ഞളിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിച്ചപ്പ് മസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്കിതിലോട്ട് ഇതിപ്പോൾ ഏകദേശം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആ മുട്ട പൊരിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ പൂർണ്ണമായിട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോണത് കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. 2 മുട്ട പൊട്ടിച്ച് അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല് വേണം. പിന്നെ കുറച്ച് കാടമുട്ട പുഴുങ്ങിയത് കൂടി നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ പാലിൽ ജസ്റ്റ് ഒന്ന് ബ്രെഡ് മുക്കിയ ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് നല്ല പോലെ എല്ലായിടത്തും ആ പാലൊന്ന് എത്തിച്ചു കൊടുത്ത് കുതിർത്തിയെടുക്കണം നമ്മുടെ ബ്രെഡിനെ. അപ്പോൾ വശങ്ങളെല്ലാം ഞാൻ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നമ്മൾ കളഞ്ഞിട്ടുള്ള വശങ്ങൾ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതുപോലെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നടുവിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാട മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളത് ഒരെണ്ണം അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മസാല കൊണ്ട് ഒന്ന് പൊതിയാം. അപ്പോൾ ഞാൻ വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ചെറുതാണ് ഉള്ളതെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ നമ്മൾ മസാല കുറച്ചിട്ട് എടുക്കുക. ഇതുപോലെ നല്ല പോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡ് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയാവത്തില്ല. നമ്മൾ ആകെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രെഡിൽ കവർ ചെയ്തിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് ഇതുപോലെ ഗ്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബ്രെഡ് കൊണ്ട് തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എല്ലാ ബ്രെഡിനും നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതൊന്ന് മുട്ടയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അവർ ഈ കാടമുട്ടയൊക്കെ കാണുമ്പോൾ, ചെറിയ കുഞ്ഞു മുട്ടയൊക്കെ കാണുമ്പോൾ അവർക്കത് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന ടൈമിലായാലും അല്ലെങ്കിൽ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ഇതുപോലത്തെ മറ്റൊരു റെസിപ്പിയായിട്ട്. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.